ഇയാളൊരു ഇരപിടിയനാണ്. കടന്നു വരുന്ന ഓരോ പെൺകുട്ടികളെയും, കാണുന്ന ഓരോ പെൺകുട്ടികളെയും പണ്ട് മാടമ്പിമാരെ, ഫ്യൂഡൽ മാടമ്പിമാരെ പോലെ ഇഷ്ടപ്പെട്ടാൽ ആ പെൺകുട്ടിയെ അയാൾക്ക് വേണം എന്ന തരത്തിൽ ചിന്തിക്കുന്ന ഒരു ഫ്യൂഡൽ മാടമ്പിത്തരത്തിന്റെ സൈക്കോപാത്തിനെ പോലെ പ്രവർത്തിക്കുന്ന ഒരാളെ ദയവ് ചെയ്ത് ഞങ്ങളെ മേൽ അടിച്ചേൽപ്പിക്കരുതെന്ന് പാലക്കാട്ട് സ്ത്രീകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വളരെ കുറച്ച് സമയത്തേക്കാണെങ്കിൽ പോലും അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഒരു മണ്ഡലത്തെ പ്രതിനിധീകരിക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ചു നാളത്തേക്കാണെങ്കിൽ പോലും ആ മണ്ഡലത്തിലെ പ്രശ്നങ്ങളോ വികസന കാര്യങ്ങളിലോ വീഴ്ച ഉണ്ടാവരുത് എന്ന് ജനാധിപത്യം നിഷ്കർഷിക്കുന്നതുകൊണ്ടാണ്. അതേ ജനാധിപത്യത്തിലാണ് ഒരു രാഷ്ട്രീയ പാർട്ടി നിലപാടെടുക്കുന്നത്. അവരുടെ സസ്പെൻഡ് ചെയ്യപ്പെട്ട ജനപ്രതിനിധി അടുത്ത സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന തീരുമാനമുണ്ടാകുന്നത്. നിയമസഭയിലെ പ്രശ്നം ഉണ്ടാകാൻ പോകുന്ന പ്രതിഷേധങ്ങളും പ്രതിസന്ധികളും വിചാരിച്ചിട്ടായിരിക്കാം. പക്ഷേ അതിൽ നേരത്തെ പറഞ്ഞതുപോലെ, പ്രശാന്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു ഇരട്ടത്താപ്പ് അവിടെയുണ്ട്. ഇപ്പോൾ കോൺഗ്രസിന് ഈ പ്രശ്നങ്ങളും പ്രതിഷേധങ്ങളും അടുത്ത നിയമസഭ വരെ എങ്ങനെയെങ്കിലും കൊണ്ടുപോവുക എന്നൊരൊറ്റ കാര്യത്തിനപ്പുറത്ത് ഒരു പരിഗണനയുമില്ലേ? തീർച്ചയായും ഇവിടെ എല്ലാവരും പറയുന്ന പോലെ ഇത് ഇന്നിപ്പോ കേരളത്തിൽ എല്ലാ രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ ആളുകൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ഉമാ തോമസ് MLA എന്നെ ബോധ്യപ്പെടുത്തണ്ട, അല്ലെങ്കിൽ ഞങ്ങളെ ആരും CPM-നെയും മറ്റ് രാഷ്ട്രീയ പാർട്ടികളെയും ബോധ്യപ്പെടുത്തണ്ട. കേവലം ഉമാ തോമസിനെ ഇവർ പറയുന്ന കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ഇവർക്ക് സാധിക്കൂ. ജിൻഡോ ജോൺ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. ഇപ്പോൾ അദ്ദേഹം കമ്മിറ്റിയിലുണ്ടോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം ചാനലുകളിലൊക്കെ വരുന്നയാളാണ്. അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ സാധാരണ പ്രവർത്തകരുടെ ഫോൺ എടുക്കാൻ പോലും പറ്റാത്ത ഒരുത്തൻ പെൺകുട്ടിയുടെ മാനത്തിന് വില പറയുന്ന പണിയാണ് എടുക്കുന്നതെങ്കിൽ അയാൾ ഇനി തുടരുന്നതിൽ ഒരർത്ഥവുമില്ല, അയാളെ പുറത്താക്കണം എന്നാണ്. നേരത്തെ നിരവധിയായ ആളുകൾ, പാലക്കാട് എന്നുള്ള യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, അദ്ദേഹം ഇതേ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനെ പാർട്ടിക്കകത്ത് തന്നെ ഇത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ ഇവരെന്ത് പറഞ്ഞാണ് ഇതിനെ ന്യായീകരിക്കുക? അല്ല, അങ്ങനെ പാർട്ടിക്ക് ഉള്ളിൽ വളരെ ശക്തമായ നിലപാടുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു തീരുമാനം വരുമോ? അപ്പൊ പാർട്ടിക്കുള്ളിൽ ശക്തമായ നിലപാടില്ല. ശക്തമായ നിലപാട് പാർട്ടിക്കുള്ളിൽ ഉണ്ട്. ശക്തമായ നിലപാട് ഞങ്ങൾ പാർട്ടിയിൽ ഉണ്ടായിരുന്നപ്പോഴും ഉണ്ട്. പക്ഷേ തീരുമാനമെടുക്കുന്നത് ചില ആളുകളാണ്. ഞങ്ങൾ ഇതൊക്കെ മുൻപ് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇതുപോലൊരു സൈക്കോപാത്തിനെ പാലക്കാട്ടേക്ക് കൊണ്ടുവരരുത് എന്ന് ഞങ്ങൾ പല തരത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. എന്റെ പത്രസമ്മേളനത്തിൽ തന്നെ ഇങ്ങനത്തെയുള്ള പരാതികളുണ്ട്. അതുകൊണ്ട് ഞാനത് കൂടുതൽ ഇപ്പൊ പറയുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ പിന്നീട് പറയാമെന്ന് പറഞ്ഞ് നിർത്തിയ പത്രസമ്മേളനമുണ്ട്. അതിൽ പോലും ഞാൻ പറയുന്നുണ്ട്, ഇങ്ങനെ സ്ത്രീകൾക്ക് എതിരെ പിന്നെയുള്ള പരാതികളുണ്ട്, ഇത്തരത്തിലുള്ള പരാതികൾ നിലനിൽക്കുന്ന, അതുകൊണ്ട് സ്ഥാനാർത്ഥിയാക്കരുത് എന്ന് ഞങ്ങളെല്ലാവരും അന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. കെ മുരളീധരൻ ആവശ്യപ്പെട്ടിരുന്നു, പാലക്കാട് DCC ആവശ്യപ്പെട്ടിരുന്നു. ഇങ്ങനെ എല്ലാവരും ആവശ്യപ്പെട്ടിട്ടും, അതായത് പാർട്ടിക്കകത്ത് വലിയ അഭിപ്രായം ഉണ്ടായിട്ടും ഷാഫി പറമ്പിലും BD സതീശനും മാത്രം തീരുമാനിച്ചിട്ടാണ് ഈ സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പിന്റെ സമയത്താണ് ഷാലിമിന്റെ അടക്കം രാഷ്ട്രീയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന്റെ സമയത്ത് സമാനമായ ആരോപണങ്ങൾ ഇയാൾക്കെതിരെ ഉണ്ടാകാം എന്ന കാര്യം പാർട്ടി കമ്മിറ്റികളിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു അന്ന് പ്രമുഖ നേതാക്കൾ അടക്കം എന്നാണ് ഷാനിബ് പറയുന്നത്. അതെ. ഇപ്പൊ അതിനു മുമ്പ് തന്നെ നിരവധിയായ ഇത്തരം പരാതി. ഞാൻ ചോദിക്കുന്നത്, പ്രതിപക്ഷ നേതാവിന്റെ അടുത്ത് 3.5 വർഷം മുമ്പ് പരാതി പറഞ്ഞിരുന്നു എന്ന് ആ പെൺകുട്ടി തന്നെയല്ലേ നമ്മുടെ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നെന്ന് പറഞ്ഞത്? എന്താ പെൺകുട്ടി പറഞ്ഞത്? ഞാൻ 3.5 വർഷം മുമ്പ് തന്നെ ഈ പരാതി പറഞ്ഞിരുന്നു. അപ്പോൾ അച്ഛനെ പോലെയാണ് അദ്ദേഹം അത് കേട്ടു. പക്ഷെ എന്തുകൊണ്ടാണ് ഈ പെൺകുട്ടിക്ക് ചാനലിന്റെ മുമ്പിൽ വന്നിട്ട് ഈ കാര്യങ്ങൾ പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്? അന്ന് നടപടിയെടുക്കാത്തത് കൊണ്ടല്ലേ? ആ പെൺകുട്ടി തന്നെ മാധ്യമങ്ങളോട് പറയുന്നു, ഞാൻ അങ്ങനെ എല്ലാ ഫോറങ്ങളിലും, എനിക്ക് പറയാൻ പറ്റുന്ന ഫോറങ്ങളിലൊക്കെ ഞാൻ പരാതി പറഞ്ഞിട്ടും ഇയാൾക്ക് സ്ഥാനങ്ങൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. MLA ആകുന്നു, പ്രസിഡന്റ് ആകുന്നു. അതുപോലെ തന്നെ ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളത് പോലെ തൃക്കാക്കര തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുമ്പോൾ ചേർത്ത് നിർത്തുന്നു, ഉമ്മ കൊടുക്കുന്നു. ഇതൊക്കെ ഈ പെൺകുട്ടി പരാതി പറഞ്ഞതിന് ശേഷം സംഭവിക്കുകയാണ്. നിലമ്പൂരിൽ ഒരു കോൺഗ്രസ് തീരുമാനത്തിന് വിരുദ്ധമായി ഇയാൾ പ്രവർത്തിച്ചപ്പോൾ പോലും ഇതേ പിതൃതുല്യനായ ഈ പെൺകുട്ടി പരാതി പറഞ്ഞതിന് ശേഷമാണെന്ന് ഓർക്കണം. ഇതേ പിതൃതുല്യനായ VD സതീശൻ പറയുന്നു, എന്റെ അനിയനാണ്, ഞാൻ ശാസിക്കും, അല്ലാതെ വേറൊന്നും ശാസിക്കും എന്നാ പറയുന്നത്. അപ്പൊ ഇയാളുടെ മുൻപ് തന്നെ ഇത്തരത്തിൽ പരാതികൾ ഉള്ള സമയത്ത് തന്നെ ഇയാളെ സംരക്ഷിക്കാനുള്ള നിലപാട് സ്വീകരിക്കുകയാണ്. പിന്നീട് VD സതീശന്റെ ഇമേജിന് കോട്ടം തട്ടും എന്നൊരു ഘട്ടം എത്തിയപ്പോ അയാൾ പറഞ്ഞു, ശക്തമായ നടപടി ഉണ്ടാകും, നിങ്ങൾക്ക് മാതൃകാപരമായ നടപടി ഞങ്ങൾക്ക് കാണിച്ചു. എന്ത് മാതൃകാപരമായ നടപടി? എൽദോസിനും വിൻസെന്റിനും എതിരെ എടുത്തിട്ടുള്ള അതേ നടപടി തന്നെയാണ് ഇപ്പോഴും എടുത്തിട്ടുള്ളത്.
അപ്പൊ ഇത് പരാതിയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ബസന്ത് പറയേണ്ടത് പിന്നെ എന്തിന്റെ പേരിലാണ് ഇയാൾക്ക് ഇതിന് നടപടി? നിങ്ങൾ ഇപ്പോ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും ഇദ്ദേഹത്തെ കോൺഗ്രസിൽ നിന്നും സസ്പെൻഡ് ചെയ്തു നിങ്ങൾ പറയപ്പെടുന്ന ഈ നാടകം അത് എന്തിന്റെ പേരിലാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത് എന്ന് വ്യക്തമാണ്. അത് മാധു നേരത്തെ ചോദിച്ചു, അദ്ദേഹത്തിന് അതിന് മറുപടി പറയാൻ സാധിച്ചില്ല. അപ്പൊ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു, ഉപതെരഞ്ഞെടുപ്പ് വരുമെന്നാണ്. നിങ്ങൾ എന്താണ് പറയുന്നത്? ഇതുപോലൊരു വൃത്തികെട്ട സൈക്കോപാത്തിനെ, സ്ത്രീകരെ ഇരപിടിയനായി നടക്കുന്ന ഒരുത്തനെ നിങ്ങൾ MLA സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ, പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാൽ പാലക്കാട്ടെ ജനങ്ങൾ മുഴുവൻ ആ സൈക്കോപാത്തിനൊപ്പം നിന്ന് നിങ്ങളെ പരാജയപ്പെടുത്തും എന്നാണോ നിങ്ങൾ പറയുന്നത്? പാലക്കാട്ടെ ജനാധിപത്യ വിശ്വാസികളുടെ അവരുടെ അഭിമാനബോധത്തെ നിങ്ങൾ ചോദ്യം ചെയ്യല്ലേ? ഇതുപോലെ ഒരു വൃത്തികെട്ടവനെ പുറത്താക്കിയതിന്റെ പേരിൽ എല്ലാവരും കോൺഗ്രസിനെതിരെ തിരിയും എന്ന് പറയാൻ ഉളുപ്പും മാനവുമുള്ള ആർക്കും പറയാൻ കഴിയുന്ന ഒരു നിലപാടല്ലത്. നിങ്ങൾ അവിടുത്തെ ജനങ്ങളെയാണ് നിങ്ങൾ അപമാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നത് തെരഞ്ഞെടുപ്പുമായോ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയമായ കാര്യങ്ങളോ ഉന്നയിച്ചുകൊണ്ട് സൂചിപ്പിക്കപ്പെടാൻ കഴിയുന്ന ഒരു കാര്യമേ അല്ല. ഇത് എത്രത്തോളം ഗുരുതരമാണെന്ന് മാധുവിന് അറിയുമോ എന്ന് എനിക്കറിയില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ കൃത്യമായിട്ട് അറിയാം. ഇയാളൊരു ഇരപിടിയനാണ്. കടന്നു വരുന്ന ഓരോ പെൺകുട്ടികളെയും, കാണുന്ന ഓരോ പെൺകുട്ടികളെയും പണ്ട് മാടമ്പിമാരെ, ഫ്യൂഡൽ മാടമ്പിമാരെ പോലെ ഇഷ്ടപ്പെട്ടാൽ ആ പെൺകുട്ടിയെ അയാൾക്ക് വേണം എന്ന തരത്തിൽ ചിന്തിക്കുന്ന ഒരു ഫ്യൂഡൽ മാടമ്പിത്തരത്തിന്റെ സൈക്കോപാത്തിനെ പോലെ പ്രവർത്തിക്കുന്ന ഒരാളെ ദയവ് ചെയ്ത് ഞങ്ങളെ മേൽ അടിച്ചേൽപ്പിക്കരുതെന്ന് പാലക്കാട്ട് സ്ത്രീകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും ഇവർ പറയും ഞങ്ങൾ സ്ത്രീത്വത്തെ ഉയർത്തിപ്പിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. പരാതി ഇല്ലാതെ തന്നെയാണ് ഈ പറയുന്ന നേതാക്കളൊക്കെ, കോൺഗ്രസിലെ വനിതാ നേതാക്കളൊക്കെ പറയുന്നത് പുറത്താക്കണം എന്ന് പറയുന്നത് അവർക്ക് ചില കാര്യങ്ങൾ ബോധ്യമുള്ളത് കൊണ്ടാണ്.